ഹായ് നമസ്കാരം, ഷെരീഫ്. മറ്റൊരു പുതിയ ബിസിനസ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നമ്മൾ സാധാരണഗതിയിൽ പറയാറുള്ള ഒരു വേർഡുണ്ട്, പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കണം എന്ന്. ഇത് ബിസിനസ്സുകാരുടെ കാര്യത്തിൽ വളരെ കൃത്യമായി പാലിക്കേണ്ട ഒരു നിയമമാണ്. പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കണം. നമ്മൾ അങ്ങനെ പഠിക്കാറുണ്ടോ? നമ്മുടെ നാട്ടിലൊരു ബിസിനസ് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതേ ബിസിനസ് തന്നെ പിന്നെയും പോയി ആരംഭിക്കുന്ന ധാരാളം ആളുകളെ നമ്മൾ കാണാറുണ്ട്. ആ പരാജയപ്പെട്ട ബിസിനസ് എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളത് അവർ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. എങ്കിലും പല ബിസിനസ്സുകളും ആരംഭിക്കുമ്പോൾ അത്തരത്തിലുള്ള പരാജയങ്ങളെ പഠിച്ചിട്ടല്ല അവർ പുതിയ ബിസിനസ് ആരംഭിക്കാറുള്ളത്. ഇങ്ങനെ പരാജയപ്പെട്ട ബിസിനസ്സുകൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതേ ബിസിനസ് പിന്നീട് ആരംഭിക്കുന്ന സമയത്ത് ഇവിടെ പരാജയത്തിനുണ്ടായ കാരണങ്ങളെ കണ്ടെത്താനും അതിന് പരിഹാരം കൊണ്ടുവന്നുകൊണ്ട് പുതിയ ബിസിനസ് ആരംഭിക്കാനും നമുക്ക് കഴിയും. ഇതൊരു വിപണി പഠനം അല്ലെങ്കിൽ മാർക്കറ്റ് സ്റ്റഡി പോലെ നടത്തേണ്ട ഒരു ഘടകമാണ്. ഇതിനു മുമ്പ് ഞാൻ ആരംഭിക്കാൻ പോകുന്ന ഏതെങ്കിലും ബിസിനസ്സുകൾ ഈ ജിയോഗ്രഫിക്കൽ ലൊക്കേഷനിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ പരാജയപ്പെട്ടിട്ടുണ്ടോ? പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് കാരണം കൊണ്ട് അവർ പരാജയപ്പെട്ടു? പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ബിസിനസ്സുകൾ പരാജയപ്പെടുന്നത്. ഒന്ന്, കോപ്പി പേസ്റ്റ് ബിസിനസ് അതേപോലെ തന്നെ ആരംഭിക്കുമ്പോൾ അവിടെ ഉപഭോക്താക്കളുടെ ലഭ്യത കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമതായിട്ട്, ഇവർ ആരംഭിക്കുന്ന ബിസിനസ് ആ ടാർഗറ്റഡ് ലൊക്കേഷനിലെ ഉപഭോക്താക്കൾക്ക് ആവശ്യമുള്ള ബിസിനസ് ആയിരിക്കില്ല. മൂന്നാമതായിട്ട്, പല ബിസിനസ്സുകളിലേക്കും ആവശ്യമുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ടിവിറ്റി നല്ല രൂപത്തിൽ നൽകാൻ കഴിയുന്ന രൂപത്തിലുള്ള ജീവനക്കാരെ ലഭ്യമല്ലാത്ത ഏരിയകളിൽ ചില ബിസിനസ്സുകൾ ആരംഭിക്കുമ്പോൾ അത് പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ റോ മെറ്റീരിയലുകളുടെ അഭാവം, ചിലപ്പോൾ അവിടെ കിട്ടേണ്ടതായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ കൃത്യമായിട്ട് ആ ബിസിനസ്സിലേക്ക് കിട്ടാതെ വരുന്ന സ്ഥലങ്ങളിൽ ചില ബിസിനസ്സുകൾ ആരംഭിക്കപ്പെടുമ്പോൾ അത് പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള എന്ത് കാരണം കൊണ്ടാണ് ഇതിനു മുമ്പ് ഈ ബിസിനസ് ഇവിടെ ആരംഭിച്ച ആളുകൾ പരാജയപ്പെട്ടത് എന്നുള്ളത് മനസ്സിലാക്കി അതിനുള്ള കൃത്യമായിട്ടുള്ള പരിഹാരം കൊണ്ടുവരാൻ കഴിയുന്ന രൂപത്തിൽ വേണം അതേ ബിസിനസ് പിന്നെയും പുനരാരംഭിക്കാൻ വേണ്ടിയിട്ട്. പുതുതായിട്ട് ആരംഭിക്കുന്ന ഇത്തരം ബിസിനസ്സുകൾ ഇത്തരത്തിലുള്ള പഠനങ്ങൾ നടത്താതെ നിങ്ങൾ ആരംഭിക്കുമ്പോൾ ആദ്യമുള്ള ആൾക്ക് വന്നിരുന്ന അതേ പരാജയം നിങ്ങളെയും തേടി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു ബിസിനസ് ആരംഭിക്കുമ്പോൾ, ഏത് ബിസിനസ് ആണെങ്കിലും നമ്മളൊരു ബിസിനസ് ആരംഭിക്കുമ്പോൾ ഇതിനു മുമ്പ് ഈ ബിസിനസ് ഇതേ ലൊക്കേഷനിൽ നടത്തിയിട്ടുണ്ടായിരുന്നുവോ എന്നുള്ളതിനെ കുറിച്ചൊരു പഠനം നടത്തുക. അവിടെ ആ ബിസിനസ് നടന്നിരുന്നു എങ്കിൽ അന്ന് നടത്തി തുടങ്ങിയിരുന്നു, പിന്നീട് അത് 3 മാസം അല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിൽ അടച്ചു പൂട്ടി പോവുകയാണ് ഉണ്ടായത് എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന് പഠനം നടത്തണം ആ ബിസിനസ്സിനെ കുറിച്ച്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായി എന്ന് കരുതുന്നു. നമുക്ക് നല്ല മറ്റൊരു ബിസിനസ് വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബിസ്ബ്രാൻഡ് ബിസിനസ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടില്ല നിങ്ങളെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ബിസ്ബ്രാൻഡ് ബിസിനസ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ ശ്രമിക്കുക. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് വളരെ ഫലപ്രദമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. താങ്ക് യു. അടുത്ത ബിസിനസ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.